നമ്മളൊക്കെ നേരത്തെ ആദ്യം പഠന കെട്ടണം MLA പദ്ധതി കെട്ടണം. അതിനുശേഷം ടീച്ചർ പറയും, പ്രിൻസിപ്പൽ ടീച്ചർ പുതിയ ടീച്ചർ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറിക്ക് ഒരു ബ്ലോക്ക് നമ്മൾ പണിതു. ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഏതാണ്ട് 3 കോടി 4 കോടിയോളം രൂപ ചെലവഴിച്ച് നമ്മൾ വലിയൊരു ബിൽഡിംഗ്, അതോടൊപ്പം നമ്മുടെ പാചകപ്പുരയും, അതോടൊപ്പം ആ ഭാഗത്തെ ഡൈനിങ് ഹാൾ അതിൻ്റെ കൂടുതൽ നമ്മൾ അറേഞ്ച് ചെയ്യും കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടി. ഇവിടെ കടന്നു വരുന്ന ഒരു കമാനവും റാമ്പും വളരെ പ്രധാനമാണ്. നമ്മുടെ പട്ടാഴി ക്ഷേത്രത്തിലേക്ക് കയറുന്ന മനോഹരമായ കമാനമൊക്കെ നമ്മുടെ സ്കൂൾ പലപ്പോഴും അവിടെ നിന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ. സ്കൂളിലേക്ക് വരണമെങ്കിൽ തന്നെ പുറകലത്ത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ. അതെല്ലാം മാറിക്കൊണ്ട് പട്ടാഴി സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ നിറഞ്ഞ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയും കടന്നു വരാൻ കഴിയുന്ന ഒരു റാമ്പും സ്റ്റെപ്പും എല്ലാമായിട്ടുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന പദ്ധതിയുടെ ഭാഗമായി സമഗ്ര വിദ്യാഭ്യാസ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്ന് നമുക്ക് അനുവദിച്ചിരുന്ന 3,70,00,000 രൂപ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതി നിർവഹിക്കും. ഈ പദ്ധതി 3 വർഷം മുമ്പ് അനുവദിച്ചെങ്കിലും വളരെ പ്രയാസപ്പെടുന്ന രീതിയിലുണ്ട്. നേരത്തെ ഏൽപ്പിച്ചിരുന്ന ഒരു ഏജൻസി അത് കൃത്യമായി ചെയ്യാതെ വന്നു. അവരെ മാറ്റി വരുത്തി വേറൊരാളെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ പ്ലാൻ വരച്ചതിന് ശേഷമാണ് ശ്രീ ഹരീഷൻ PTA പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് സമ്മർദ്ദം നമ്മുടെ ചെലവഴിച്ചിട്ടാണ് അത് അടിയന്തരമായി ചെയ്യാനുള്ള നടപടിയായിട്ടുള്ളത്. ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അത് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞു. കോൺട്രാക്ട് ഉടനെ തന്നെ പണി ആരംഭിക്കും. പുതിയ കെട്ടിടവും ഒരു പാചകപ്പുരയും അതോടൊപ്പം നമ്മുടെ ഈ റാമ്പിൻ്റെ സംവിധാനം. പിന്നെ സ്കൂളിലേക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയം. ഇപ്പം തന്നെ നമ്മുടെ ഹരീഷൻ PTA പ്രസിഡന്റ് പറയുണ്ടായി, ഈ റാമ്പ് വരുമ്പോൾ ഈ അങ്ങറ്റത്ത് നിൽക്കുന്ന 2 തൂണുകൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ നീളം കുറയും. നമുക്ക് വരും കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ അപ്പുറത്തായി ഒരു ഇൻഡോർ സ്റ്റേഡിയവും ഓഡിറ്റോറിയവും കൂടി ചേർത്ത് ചെയ്യണം. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ റൂഫിട്ടതിന് ശേഷം, ഞാനിപ്പോൾ അനന്തപുരയോട് പറയുന്നത്, വലിയ റൂഫിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള വോളിബോളും ബാസ്കറ്റ്ബോളും ഒക്കെ കഴിക്കാനുള്ള സംവിധാനവും, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള യോഗങ്ങൾ നടക്കുമ്പോൾ കസേര ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്. അത് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനൊക്കെ ആശങ്ക വേണ്ട. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പെടുത്തു MLA ഫണ്ടെല്ലാം ഒരുവിധം വിതരണം ചെയ്ത് കഴിഞ്ഞു. കാരണം എല്ലാം കൊടുത്തു കഴിഞ്ഞു. ആശുപത്രികൾക്കും ആശുപത്രിയുടെ ഉപകരണങ്ങൾ വാങ്ങാനും റോഡുകൾക്കും എല്ലാമായിട്ട് MLA ഫണ്ട് പൂർണ്ണമായി കൊടുത്തു. ഇനി 2 ഇലക്ഷൻ വരാൻ 3 മാസമേ ഉള്ളൂ. ഇനിയും നമ്മൾ ഒരു പ്രശ്നം പേടിക്കണ്ട, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം പണിയും എന്നൊരു സംശയം വേണം. കാരണം നമ്മുടെ നാടിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വളർച്ചയാണ് ഏറ്റവും അഭിമാനത്തോടെ നിൽക്കുന്നത്. കാരണം 9 വർഷം മുമ്പാണ് ഇടതുമുന്നണി സർക്കാർ ഇവിടെ വിദ്യാഭ്യാസ പരിഷ്കരണ യജ്ഞം ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ബിൽഡിംഗ് ലഭിച്ചത്. അതിന് മേളത്തെ സ്കൂളിലെ കെട്ടിടം നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള കെട്ടിടം. അതിന് മുമ്പ് ഏതാണ്ട് 11 വർഷം മുമ്പ്, 9 വർഷം മുമ്പ് സർക്കാർ ഇത് ആരംഭിച്ചെങ്കിലും 11 വർഷം മുമ്പ് നമ്മൾ MLA ഫണ്ടിൽ പത്തനാപുരത്ത് MLA ഫണ്ട് ഉപയോഗിച്ച് പ്രധാനപ്പെട്ട എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതുപോലുള്ള ബഹുനില മന്ദിരങ്ങൾ പണിതു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ബഹുനില മന്ദിരം പണിയുന്നത്. നമ്മൾ പട്ടാഴി സ്കൂളിൽ കെട്ടിടം പണിയത് എത്ര വർഷമായി? ആദ്യം പണിയുന്ന കെട്ടിടമാണ് ഈ കെട്ടിടം. MLA ഫണ്ടിൽ 11 വർഷം മുമ്പ് ഈ നിയോജകമണ്ഡലത്തിലെ സ്കൂളുകളെ മുഴുവൻ നവീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അത് കാലത്തിന് മുമ്പേ നമ്മൾ നടക്കുകയാണ്. 9 വർഷം മുമ്പ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തെങ്കിൽ 11 വർഷം മുമ്പേ നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കാലത്തിന് മുമ്പേ നടന്നു. നമ്മളെ പട്ടാഴി സ്കൂളിൽ കെട്ടിടം ഉണ്ടാക്കി MLA ഫണ്ട് ഉപയോഗിച്ച്. വെട്ടിക്കോല സ്കൂളിൽ, ചക്കുവരക്കൽ സ്കൂള്, കുന്നല സ്കൂള്, ഇടത്തറ സ്കൂള്, അങ്ങനെ എല്ലാ ഹയർ സെക്കൻഡറി, സദാനന്ദപുരം, ഇങ്ങനെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും MLA ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പണിതു. അതുകൂടാതെ 9 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്നും സംസ്ഥാന ഖജനാവിൽ നിന്നുമായ കെട്ടിടങ്ങളുടെ എണ്ണം ഒരു കണക്ക് ഞാൻ എടുത്തു. കുഞ്ഞുങ്ങളെ നിങ്ങൾ അഭിമാനത്തോടെ ഓർക്കണം, ഈ നാട്ടുകാർ അഭിമാനത്തോടെ ഓർക്കണം. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ സ്കൂളുകളിൽ 48 ബഹുനില മന്ദിരങ്ങളാണ് MLA എന്ന നിലയിൽ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഒരു 11 വർഷം കൊണ്ട്. 48 കെട്ടിടങ്ങൾ ചെറിയ സംഖ്യയല്ല. വിളക്കുടി സ്കൂള്, വിളക്കുടി പഞ്ചായത്തിന് ഒരു സ്കൂളിന് പുതിയ കെട്ടിടം വേണ്ട, കാരണം എല്ലാം ബഹുനില മന്ദിരം. വിളക്കുടി സ്കൂള്, പിന്നെ വിളക്കുടി സ്കൂള്, അത് കഴിഞ്ഞാൽ കുന്നിക്കോട് സ്കൂള്. നമുക്കറിയാം ഇപ്പൊ മനോഹരമായ മതിൽ പണിതിട്ടുണ്ട്. നല്ല രസമാണ്, കാണാൻ തന്നെ രസമാണ്. നല്ല കളർഫുൾ ആയിട്ട് ഗ്രില്ലിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് കോപ്പി അടിച്ചു കൊടുത്തതാണ്. MLA ഫണ്ട് ചെയ്തതാണ്. ആ മതിൽ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വിളക്കുടിയിലെ ഇളമ്പൻ സ്കൂള് 3 കോടി 3 നില കെട്ടിടമാണ് പണിതേക്കുന്നത്. ഇപ്പോൾ കായിക സ്കൂള് പണി പൂർത്തിയായി. അടുത്ത ആഴ്ച ബഹുമാനായ സ്പീക്കർ 5-ാം തീയതി 6-ാം തീയതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ, ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യണം. കായിക സ്കൂളിന്റെ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാണ്. വിളക്കുടി പഞ്ചായത്തിലെ എല്ലാ സ്കൂളും, മേലിന പഞ്ചായത്തിൽ 2 സ്കൂളാണ്. ആ 2 സ്കൂളും പട്ടാഴി പഞ്ചായത്തിൽ ഗവൺമെന്റ് LPS കോന്നിട്ട സ്കൂളിന്റെ പണി നടക്കുന്നു. പിന്നെ ഈ ഇവിടുത്തെ പുതിയ പദ്ധതി നടപ്പിലാക്കുക.
അടുത്ത തെക്കേത്തിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ 100 കുഞ്ഞുങ്ങൾ കൂടുതലുള്ള സ്കൂളുകൾക്കാണ് കെട്ടിടം പണിയുന്നത്. ഇവിടെ തന്നെ പണിതു. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കറവൂര്, ചെമ്പനരുവി, ഇവിടെ എല്ലാം സ്കൂളുകൾ പണിയാൻ സർക്കാർ പണം അനുവദിച്ചു കൊടുത്തു. മന്ത്രിയുമായ കെ പി ഗണേഷ്കുമാർ നിർവഹിക്കുന്നത് പട്ടാഴി സ്കൂളിൻ്റെ വലിയ പദ്ധതിയാണ് ഇപ്പോൾ തുടക്കം മുടക്കിയാണ് പട്ടാഴി സ്കൂളിൻ്റെ പുനഃസ്ഥാപനം